എൻ്റെ പൊന്നാര മക്കളെ നമ്മളെ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങാനായിട്ട് പോകണം. അപ്പം ഞാൻ ചെറിയൊരു മിനി ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്ത് ചെയ്യാനോ അത് കുറച്ച് നീണ്ടുപോയി. അപ്പോൾ ഞാൻ വീട്ടിൽ പണിയെടുക്കുമ്പോഴാണ് കോൾ വന്നത്, മോളെ നിനക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്, വേഗം പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോയി വാങ്ങിക്കുമെന്ന്. നമ്മൾ പിന്നെ നോക്കിയില്ല, നമ്മൾ വേഗം പോയി മാറ്റി റെഡിയായി. അപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പഠിച്ച റബ്ബേ പൊരിഞ്ഞ ചൂടാണ്. അത് ഉച്ച ടൈമട്ടെ, എവിടെന്നെങ്കിൽ നല്ലൊരു ഓട്ടോ കിട്ടണമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് പഠിച്ചോൻ്റെ ഒരു കാവലെന്ന് പറയല്ലേ, അമ്മക്കൊരു ഓട്ടോ കിട്ടി. അങ്ങനെ പിന്നെ ഓട്ടോ കയറി കണ്ട് ഞാൻ നേരെ പോസ്റ്റ് ഓഫീസിലെത്തിയിട്ടുണ്ട്. ഇതെന്തുപാട് സംഭവം, ചുറ്റി വളഞ്ഞു പോകുന്ന ഒരു കോണിയാണ് കേസ്, വേറെ ഒന്നല്ല. അങ്ങനെ പോസ്റ്റ് ഓഫീസിലെത്തിയപ്പോൾ ചേച്ചി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിനോട് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ ചേച്ചി കുറേ തപ്പി പിടിച്ചതിന് ശേഷമാണ് നമ്മളെ കൊറിയർ നമുക്ക് കിട്ടിയത് കേട്ടോ. അങ്ങനെ പിന്നെ കൊറിയറും വാങ്ങി ഞാൻ നേരെ എന്തത് ഓട്ടോ കയറി. ഇനിയിപ്പോൾ എങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ വേറെ എങ്ങോട്ടില്ല കേസ്, എൻ്റെ അമ്മയാളെല്ലാവരും കൂടി ചെയ്ത് എൻ്റെ പിരിക കാട്ടി വെച്ച കോലം കണ്ടില്ലേ. അപ്പോൾ ആ പിരികൊന്ന് സെറ്റപ്പ് ആക്കല വിചാരിച്ചിട്ട് നമ്മളൊന്ന് ബ്യൂട്ടി പാർലർ പോകട്ടോ. വേറെ ഒന്നല്ല, അവർ എന്നെ സുന്ദരിയാക്കാൻ നോക്കിയതാണ്. പക്ഷേ എന്ത് പറയാനാ കേസ്, കണ്ടില്ലേ എൻ്റെ പിരികൻ്റെ കോലം. അവിടെയും ഇവിടെയൊക്കെ കുറച്ച് പൊട്ടിത്തെറിച്ചുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നാക്കല വിചാരിച്ച് ഞാൻ എന്ത് ചെയ്യും, ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ഹെന്ന ബ്യൂട്ടി പാർലർ ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഞാൻ ബ്യൂട്ടി പാർലർ എത്തിയപ്പോൾ ആ ഇത്താത്ത പറഞ്ഞു, മോളെ ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞാണ്ട് ഒരൊറ്റ പോക്ക് പോയി. പിന്നെ ഇത്തന്നെ കാണുന്നത് കുറേ കഴിഞ്ഞ ശേഷം പോസ്റ്റ് ആകുമ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും പോണോ നിങ്ങൾ പറയും. നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു, കുറച്ച് റീൽസ് എടുത്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഇത്താത്ത വന്നു എൻ്റെ പിരികൊക്കെ നല്ല അടിപൊളി സെറ്റാക്കി തന്നു. ഞാൻ പറഞ്ഞ മോഡലിൽ തന്നെ മൂപ്പര് സെറ്റാക്കി തന്നു. താങ്ക് യു താത്ത. അങ്ങനെ പിന്നെ ഞാനെന്തോ പിരികൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഞാൻ നേരെ കയറിയത് സൂപ്പർ മാർക്കറ്റിലാക്കണം, വേറെ ഒന്നല്ല. കൈയും വീശി എവിടെ പോയാലും എൻ്റെ മക്കളേക്ക് നല്ലെങ്കിൽ കേൾക്കും. അതുകൊണ്ട് പിന്നെ ഞാനൊരു 2-3 ചോക്ലേറ്റൊക്കെ വാങ്ങി പോലെ ചോദിച്ചു. ഷോപ്പ് കയറിയപ്പോഴാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സാധനം വാങ്ങുന്ന ഷോപ്പ് തൊരുത്തന്നെ കണ്ടു. അപ്പോൾ അവൻ 1-2 എന്നോട് പറഞ്ഞപ്പോൾ ഞാനും 1-2 പറഞ്ഞു, വേറെ ഒന്നല്ല കേട്ടോ. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു, ഞാൻ ഒരു ചോക്ലേറ്റ് വാങ്ങിയപ്പം ഞാൻ വിചാരിച്ചു 10 റുപ്യ. പിന്നെയാണ് ശരിക്കും വായിച്ചപ്പോൾ നോക്കി 10 റുപ്യൻ്റെ ഓഫറാന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് വേണ്ടാണ്ട് വേറെ 2 സാധനം വാങ്ങിയോ. പിന്നെ എനിക്ക് കിട്ടിയ കൊറിയറും ഞാൻ ആ കവറിലിട്ടാണ് ഞാൻ നേരെ അങ്ങോട്ട് എന്ത് ചെയ്തു, വീട്ടിൽ പോകാൻ വെച്ചാൽ ഓട്ടോ കയറി. അപ്പം കേസ് നമ്മൾ ഓട്ടോക്കാർ നമ്മളോട് പറയാം, ഞാനിവിടെ ഫസ്റ്റ് ടൈം കേട്ടോ, എനിക്ക് ഇവിടുത്തെ സ്ഥലമൊന്നും അറിയില്ല കേട്ടോ എന്ന്. അപ്പം മോളൊന്ന് പറഞ്ഞുതരണം കേട്ടോ. പിന്നെന്താ നിങ്ങൾ വിട്ടോളി, നമ്മൾ പറഞ്ഞുതരാറുണ്ട്. ഞാൻ എന്തൊരു മൂപ്പരെ കൂടാണ്ട് പോയി. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ആരാ ഓട്ടോറിക്ഷ ഓട്ടിയെന്ന് എനിക്ക് തന്നെ ഡൗട്ട്. കാരണം ഞാൻ ആ സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ന് പറഞ്ഞെടുത്തു. മൂപ്പര് നല്ല സ്മൂത്താക്കി നമ്മളെ വീട്ടിൽ തന്നെ എത്തിച്ചു നിട്ടോ. അങ്ങനെ പിന്നെ വീട്ടിലേക്ക് ഇതാ നമ്മൾ എത്തി, സാധനങ്ങളൊക്കെ വാങ്ങി, കുട്ടികൾക്ക് കൊടുക്കാനുള്ള മിഠായി കൊടുത്തു, അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലേ. അങ്ങനെ എടുത്ത് നമ്മളിത് ലാസ്റ്റ് വീട്ടിലെത്തി കേസ്. അങ്ങനെ കേസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണമെങ്കിൽ ഷെയറും ചെയ്ത് കൊടുത്തോളൂ. ഇമ്മക്ക് ഒരു കുഴപ്പമില്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ.